Hey Vishwam, you had done an excellent job that day in court. Indian Express report വായിച്ചില്ലേ? വായിച്ചു. It is all because of my lordship. ഞാൻ വിട്ടു. മിസ്സസ് മാത്യു, ബാങ്കോക്കിലെ ലൈവ് ഷോസ് ഒന്ന് കാണേണ്ടത് തന്നെയാ. എന്തോന്ന് ലൈവ് ഷോ? ഈ തുണിയില്ലാത്ത കളി എത്ര നേരം കണ്ടോണ്ടിരിക്കുന്നത്? മിസ്സസ് വിശ്വനാഥനോ? ശോശാമേ, നിന്റെ നാളത്തെ ഡിന്നറിന് എന്താണ് പുഡിംഗ്? ട്രിഫോളിയ റോബസ്റ്റ. അതെന്ത് കൊണ്ടാണ്? ബനാന. മനസ്സിലായില്ല. You see that long fruit like a plantain. Oh, what you call it in Malayalam? ഏത്തക്ക. Yes, ഏത്തക്ക. ഇത് ബ്ലൂ ജാഗർ ആണോ? എനിക്കറിഞ്ഞൂടാ. This is not blue jagger. നിങ്ങൾ ഹണിമൂണിന് സ്വിറ്റ്സർലാൻഡിൽ പോവാണോ? ഞങ്ങൾ കൊള്ളാം. വിശ്വനാഥൻ എന്തോന്ന് ഹണിമൂണ്? അതൊക്കെ വീട്ടിൽ തന്നെ ആയിരിക്കും അല്ലേ? സുഖമാണ്. അതെ. ഇങ്ങനെ കണ്ടുമുട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ എങ്ങനെ കണ്ടുമുട്ടുമെന്നാ ബാലേന്ദ്രൻ പ്രതീക്ഷിച്ചത്? പ്രമീളയുടെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇത്തിരി ഇവിടെ നിൽക്കുന്നേ. അവിടെ ഇരുന്ന് മടുത്തു. അവരോട് സംസാരിച്ചിരുന്നൂടെ? അവരോട് സംസാരിക്കാൻ എനിക്കറിഞ്ഞൂടാ. അറിയണം. സാറേ, എന്താ ഇത്? ഇന്ന് ക്ലബിൽ പ്രമീളയും വന്നിരുന്നു. ആര്? മിസ്സസ് വിശ്വനാഥൻ. അതെയോ? ആ പാവത്തിനെ സൊസൈറ്റി ലേഡികളെല്ലാം കൂടെ കുത്തിപ്പറിച്ച് കാണുമല്ലോ. എന്തോ ഒഴിഞ്ഞുമാറി നിൽക്കുന്ന കണ്ടു. സാറിന് ഇഷ്ടപ്പെട്ടില്ല. അവിടെ വെച്ച് തന്നെ വഴക്ക് പറയുന്നത്. ഈ സാറെന്തിനാ അതൊക്കെ കേൾക്കാൻ പോയത്? എപ്പോ നോക്കിയാലും അവരുടെ മുഖത്തൊരു ദുഃഖഭാവമാണ്. എനിക്കെന്തോ അവരോട് സഹതാപം തോന്നുന്നു. ശരിയാ, എനിക്കും തോന്നിയിട്ടുണ്ട്. അമ്മണി, നീ ഇടയ്ക്ക് അങ്ങോട്ടൊന്ന് പോകണം. സംസാരിക്കുന്ന ഒരാളെ കിട്ടുന്നത് അവർക്കൊരു ആശ്വാസമായിരിക്കുമല്ലോ. അമ്മണിയോ? ഹായ് ചേച്ചി, വരൂ. താട് പിടിച്ച് കിടക്കായിരുന്നു. ഞാൻ കണ്ടിട്ടുള്ളതല്ലേ, വരൂ. പിള്ളച്ചേട്ടാ, ഇതോടൊക്കെ ഒന്ന് വൃത്തിയാക്കി ചേർക്കണം കേട്ടോ. വരൂ. ചേച്ചി, ഈ ടേബിളെല്ലാം അപ്പുറത്തല്ലായിരുന്നു? ആ, എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനെല്ലാം ഒന്ന് ചിട്ടപ്പെടുത്തി. ഇനി വിശ്വനാഥ സാറിനെ കൂടെ ഒന്ന് ചിട്ടപ്പെടുത്തിയാ മതി. ചേച്ചി, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോ ബാലേട്ടന് ഇതുപോലായിരുന്നു. ഞാൻ വിട്ടില്ല. സ്നേഹത്തിന്റെ ഒരു അധികാരമുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ബാലേട്ടനെ മാറ്റിയെടുത്തു. അതല്ലേ ചേച്ചി ജീവിതം. കുഞ്ഞു കുറെ കഷ്ടപ്പെട്ടു ഇങ്ങനെയൊക്കെ ഒന്ന് ഒരുക്കിയെടുക്കാൻ.
നന്നായിട്ടില്ലേ? പിന്നെ നമുക്ക് ഈ പോർട്ടിക്കോയും ബ്രാക്കേഡും മറ്റും ഒന്ന് വൈറ്റ് വാഷ് കൂടി ചെയ്താൽ. പ്രമീളെ, പ്രമീളെ, ക്ലബിൽ പോണ്ടേ? വേഗം ഡ്രസ് ചെയ്യൂ. എന്താ ഞാൻ വരണോ? വരാനല്ലേ ഡ്രസ് ചെയ്യാൻ പറഞ്ഞത്? ദയവായി എന്നെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. എനിക്ക് അവരോടൊപ്പം സംസാരിക്കാനോ പെരുമാറാനോ. വീട്ടു ജോലിക്കല്ല നിന്നെ ഞാൻ വിവാഹം കഴിച്ചത്. അണിഞ്ഞൊരുങ്ങി ഇവിടെ ഇരിക്കാനുമല്ല. എന്റെ സൊസൈറ്റിയിൽ പ്രമീള ആരുമല്ല. നീ മിസ്സിസ് വിശ്വനാഥനാണ്. മനസ്സിലായോ? 2 മിനിറ്റ്, ഉടനെ ഡ്രസ് ചെയ്തോണ്ട് വരാം. ആവശ്യമില്ല. താൻ വീട്ടിലേക്ക് പോയിക്കോ. എന്താ പുള്ളിക്കാരി കണ്ടില്ലല്ലോ? ഹലോ സർ. ഹായ് വിശ്വം, എന്താ മിസ്സസ് വന്നില്ലേ? അവർക്കല്ല സുഖമില്ല. വിശ്വം അവിടെ ഗെയിം ഒപ്പില്ല. ഗുഡ് ഈവനിങ് സർ. ഹലോ ഡോക്ടർ. ഹലോ. സാറൊന്നും തനിച്ചേ ഉള്ളൂ. മിസ്സസ് വന്നില്ലേ? മിസ്സിസ് കൊണ്ടുവന്നില്ല. ബാലേന്ദ്രൻ, ഐ തിങ്ക് ഐ മേഡ് എ മിസ്റ്റേക്ക്. ഈ വിവാഹം വേണ്ടിയിരുന്നില്ല. ബാലേട്ടൻ എന്ത് പറ്റി? ഇന്ന് ക്ലബിൽ നിന്ന് വന്നപ്പോഴേ മൂഡ് ഔട്ട് ആണല്ലോ. ഒന്നുമില്ല, എനിക്കൊന്നും നല്ല വിശപ്പില്ല. വല്ല അസുഖമുണ്ടോ? അറിഞ്ഞൂടാ. എന്ത് പറ്റി ബാലേട്ട? എന്താണ് അസുഖം എന്ന് പറയൂ. എനിക്കൊരു അസുഖമില്ല മണി. അല്ല, എന്തോ ഉണ്ട്. എന്നോട് പറയില്ലേ? ബാലേട്ടന്റെ മുഖം ഞാൻ ഒരിക്കലും ഇങ്ങനെ കണ്ടിട്ടില്ല. എന്താ പറയൂ. എനിക്കൊന്നുമില്ല മണി. ഇത് വലിയ കഷ്ടമായല്ലോ. പറയില്ലല്ലേ? എനിക്കൊന്നുമില്ല കുട്ടി. ആ, നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അങ്ങനെ കിടന്നാ പറ്റില്ലല്ലോ. ഞാൻ കിടക്കുന്നില്ല. നീ എനിക്കൊരു അല്പം സ്വൈര്യം തരുമോ? ഇല്ല, തരില്ല.
പ്രമീളെ, ഞാൻ ഉറങ്ങിപ്പോയി. വരൂ, ഊണ് കഴിക്കാം. ഞാൻ കഴിച്ചു. വാട്ട് ഈസ് ദിസ്? നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഒന്നും ഇതിൽ വന്നില്ലല്ലോ. വേർ ആർ ദോസ് നോട്ട്സ്? ആ, അലഹബാദ് ഹൈക്കോടതിയിലെ ഈ റൂളിംഗ് എന്താ മിസ് ചെയ്തത്? മറന്നുപോയാണ് സർ. വാട്ട്സ് റോങ് വിത്ത് യു ബാലേന്ദ്രൻ? കുറെ നാളെ ഞാൻ കാണുന്നു ഇഷ്ടപ്പെട്ടു. ഹലോ, ഞാനാണ്. അമ്മണിക്ക് സുഖമില്ലെന്നറിഞ്ഞു. ഞാൻ അവളെ ഒന്ന് കാണാൻ പറ്റട്ടെ? ആ, കാർ അയച്ചേക്കാം. അമ്മണിക്ക് എന്താണ് അസുഖം? അമ്മണിക്ക് അസുഖമൊന്നുമില്ല സർ. അമ്മണി, എന്താണ് അസുഖം? വരൂ ചേച്ചി. എന്താ ഒന്നും മിണ്ടാത്ത? അമ്മണി, അമ്മണി,
എന്താണ്? പറയൂ അമ്മണി. എനിക്കിനി സഹിക്കാൻ വയ്യ ചേച്ചി. എന്ത് സംഭവിച്ചു? ഞാൻ ബാലേട്ടന്റെ മുറപ്പെണ്ണാണ്. ചെറുപ്പം മുതലേ ഞാൻ സ്നേഹിച്ചതാണ്, എന്റെ ജീവനെ പോലെ. എന്നിട്ടിപ്പോ നേരെ സംസാരിക്കാറേ ഇല്ല. എന്ത് പറഞ്ഞാലും ദേഷ്യമാ. എന്തോ എനിക്കൊന്നും അറിഞ്ഞൂടാ. ബാലേട്ടന് ഇപ്പൊ എന്നോട് സ്നേഹമേ ഇല്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചേച്ചി. കൊച്ചമ്മേ, ദേ അവൻ വന്ന് നിൽക്കുന്നു. ആര്? സാറിന്നാളെ വഴക്ക് പറഞ്ഞു വിട്ടില്ലേ അവൻ. ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന് പറ. എനിക്കാരുമില്ല ചേച്ചി എന്റെ സങ്കടം പറയാൻ. എനിക്ക് തീർച്ചയാ ബാലേട്ടന്റെ മനസ്സിൽ മറ്റാരും ഉണ്ട്. ഞാനിനി എങ്ങനെ ജീവിക്കണം? ചേച്ചിയിലാ പോയത്. എന്തൊരു ഗമേല. നീ അറിയോ അവരെ? അറിയുമോന്നു? വൈക്കത്തല്ലേ വീട്. ചേട്ടൻ വക്കീൽ പണിക്ക് പോയപ്പോ നമ്മുടെ പ്രമിള ചേച്ചിയുടെ വീട്ടിൽ മറ്റൊക്കെയല്ലേ താമസിച്ചത്. അതന്നെ ചേച്ചി ഈ ചേച്ചി നമ്മൾ വലിയ ലപ്പല്ലായിരുന്ന. അവരവര് കല്യാണം കഴിക്കാൻ വരെ പോയതാന്നേ. പ്രമീളെ, അമ്മണിക്ക് എന്താണ് അസുഖം? എനിക്ക് നിങ്ങളോട് അല്പം സംസാരിക്കാനുണ്ട്. അമ്മണി പാവമാണ്. അവൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അവളെ വേദനിപ്പിക്കരുത്. എനിക്കറിയാം പ്രമീളെ, അവൾ വേദനിക്കുന്നുണ്ടെന്ന്. ഞാൻ നഷ്ടപ്പെടുത്തിയ നിന്റെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ എല്ലാം മറന്നുപോകും. സ്വർണ്ണക്കൂട്ടിൽ അടയ്ക്കപ്പെട്ട കിളിയെ പോലെ നീ ആ വീട്ടിൽ കഴിയുന്ന കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അമ്മയുടെ സ്ഥാനത്ത് നീയായിരുന്നെങ്കിൽ എന്ന ചിന്ത എന്നെ അതിലേറെ വിഷമിക്കുന്നു. ഇപ്പോൾ എന്റെ മനസ്സ് നിറയെ നീയാണ്. ആ മനസ്സുകൊണ്ട് എനിക്ക് അമ്മയെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ പ്രമീള. മിസ്റ്റർ ബാലചന്ദ്രൻ, ഞാൻ ഇന്നലെ അവളുടെ ഭാര്യയാണ്. സ്വർണ്ണക്കൂട്ടിലല്ല, ശരപഞ്ചരത്തിലായാലും ഞാൻ അവിടെ ജീവിക്കേണ്ടവളാണ്. എന്റെ വേദന ഞാൻ അനുഭവിച്ചോളാം. അതിനെനിക്കൊരു പങ്കുകാരന്റെ ആവശ്യമില്ല. പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി എന്റെ അടുത്തേക്ക് വരരുത്. അമ്മണിയോ? അമ്മണിക്ക് സുഖമില്ലാന്ന് പറഞ്ഞു. പ്രമീള അങ്ങോട്ട് വന്നില്ലേ? എന്താ അമ്മണി, കാര്യം പറയൂ. ഞാൻ ആ മനുഷ്യന്റെ കൂടെ ഇനി ജീവിക്കില്ല. അതിന് മാത്രം എന്തുണ്ടായി? എന്താ അമ്മണി, തുറന്ന് പറയൂ. ബാലേട്ടൻ ഒരു കാമുകയുണ്ട്. കാമുകയോ? അതെ, അവർ തമ്മിൽ നേരത്തെ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ വീണ്ടും കണ്ടുമുട്ടി. അവളിന്ന് മറ്റൊരാളുടെ ഭാര്യയാണ്. പലപ്പോഴും ബാലേട്ടൻ അവളെ കാണാറുണ്ട്. ബാലേട്ടന്റെ മനസ്സ് നിറയെ ഇപ്പൊ അവളാ.
ഇങ്ങനെ എനിക്കിനി മുമ്പോട്ട് പോകാൻ ഒക്കില്ല. അവിടുന്ന് എന്നെ അടിച്ചിറക്കുന്നതിന് മുൻപ് എനിക്ക് അവിടുന്ന് രക്ഷപ്പെടണം. എനിക്ക് വിവാഹമോചനം വേണം. സാറേ, കൊച്ചമ്മ തന്നതാ. നിങ്ങളുടെ മനസ്സ് നിറയെ ആരാണെന്ന് ഞാൻ അറിഞ്ഞു. ഇതുവരെ എന്നോട് നിങ്ങൾ സ്നേഹം അഭിനയിക്കുകയായിരുന്നു. ഇനി ഈ നാടകം എന്നോട് വേണ്ട. അവളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചോ. നിങ്ങളുടെ വെപ്പാട്ടിയോടുകൂടിയുള്ള താമസം എനിക്ക് വേണ്ട. ഞാൻ പോകുന്നു. ഹലോ, ബാലേന്ദ്രൻ, എന്റെ വീട്ടിലേക്ക് ഉടനെ ഒന്ന് വരൂ. ശരി സർ.